ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടർ ഫൈനലിന്റെ രണ്ടാം പാദത്തിൽ ഫുട്ബോൾ ലോകത്തെ ആവേശത്തിലാഴ്ത്തിയ മത്സരങ്ങളാണ് ഇന്ന് നടന്നത്. ആദ്യ പാദത്തിലെ തോൽവിക്ക് ശേഷം ഗംഭീരമായി തുടങ്ങിയ ബാഴ്സലോണയ്ക്ക് പക്ഷേ അത്ലറ്റിക്കോയുടെ പ്രതിരോധ കോട്ട തകർക്കാൻ സാധിച്ചില്ല. മറ്റൊരു മത്സരത്തിൽ PSG ലിവർപൂളിനെ തകർത്ത് സെമിയിൽ കടന്നു. അത്ലറ്റിക്കോയുടെ തട്ടകത്തിൽ ബാഴ്സലോണ ഉജ്ജ്വലമായ തുടക്കമാണ് നടത്തിയത്. 4-ാം മിനിറ്റിൽ തന്നെ ലാമിൻ യമാൽ ബാഴ്സയെ മുന്നിലെത്തിച്ചു. തുടർന്ന് ഫെറാൻ ടോറസിലൂടെ ബാഴ്സ രണ്ടാം ഗോളും നേടി അഗ്രഗേറ്റിൽ ഒപ്പമെത്തി. എന്നാൽ 31-ാം മിനിറ്റിൽ അഡമോലോ ലുക്മാനിലൂടെ അത്ലറ്റിക്കോ ഒരു ഗോൾ മടക്കിയതോടെ കളി വീണ്ടും അത്ലറ്റിക്കോയുടെ കയ്യിലായി. രണ്ടാം പകുതിയിൽ അത്ലറ്റിക്കോയുടെ പ്രതിരോധം തകർക്കാൻ ബാഴ്സയ്ക്ക് സാധിച്ചില്ല. 80-ാം മിനിറ്റിൽ എറിക് ഗാർഷ്യ ചുവപ്പ് കാർഡ് കണ്ടത് ബാഴ്സയുടെ പ്രതീക്ഷകൾക്ക് അന്ത്യം കുറിച്ചു. ലിവർപൂളിനെതിരെ നടന്ന മത്സരത്തിൽ ഉസ്മാൻ ഡെംബെലയുടെ ഇരട്ട ഗോളുകൾ PSG തകർപ്പൻ വിജയം സമ്മാനിച്ചു. പരിക്കിൽ നിന്ന് തിരിച്ചെത്തിയ അലക്സാണ്ടർ ഇസാക്കിന്റെയും വാൻഡൈക്കിന്റെയും ശ്രമങ്ങൾ തടഞ്ഞ PSG കീപ്പർ മതൈസ് സഫോനോവ് ടീമിന്റെ വിജയത്തിൽ നിർണായകമായി. രണ്ടാം പകുതിയിൽ ഡെംബെലെ നേടിയ തകർപ്പൻ ഗോളുകൾ ലിവർപൂളിന്റെ സെമി സ്വപ്നങ്ങൾ തകർത്തു. ഇന്ന് നടക്കുന്ന മറ്റ് സെമി പോരാട്ടങ്ങളിൽ ബയേൺ മ്യൂണിക് റയൽ മാഡ്രിഡിനെയും ആഴ്സണൽ സ്പോർട്ടിങ്ങിനെയും നേരിടും. ആദ്യ പാദത്തിൽ ബയേൺ മ്യൂണിക്, ആഴ്സണൽ ടീമുകൾ വിജയിച്ചിരുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.